ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഏവരും കുറേ ദിവസങ്ങളായി കാത്തിരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. നീറ്റ് 2025 എക്സാമുമായി ബന്ധപ്പെട്ട് ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ NTA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി BDS, BVS അതുപോലെ തന്നെ അതർ ഹെൽത്ത് കോഴ്സസും അതോടൊപ്പം തന്നെ BAMS, BUMS, BSMS ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സുകൾ, അതോടൊപ്പം തന്നെ BHMS ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സിലേക്കും ഉള്ള ആ ഒരു പ്രവേശനം നീറ്റ് 2025 എക്സാമിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ MNS അതായത് മിലിറ്ററി നേഴ്സിംഗ് സർവീസിലേക്കുള്ള BSc നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനവും 2025 നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സാം, നമ്മൾ ഏവരും കാത്തിരുന്ന എക്സാം മെയ് 4 തീയതി തന്നെ 2025 മെയ് 4 തീയതി തന്നെയാണ് നടക്കാൻ പോകുന്നത്. 180 മിനിറ്റുള്ള പരീക്ഷ, അതായത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. ഉച്ച കഴിഞ്ഞ് 2 PM മുതൽ വൈകുന്നേരം 5 PM വരെ ആയിരിക്കും എക്സാമിൻ്റെ സമയം. അപ്പോൾ എക്സാം ഡേറ്റ് 4 മെയ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ എക്സാമിൻ്റെ ഓൺലൈൻ സബ്മിഷൻ നടക്കുന്നത് 7 ഫെബ്രുവരി 2025 മുതൽ 7 മാർച്ച് 2025 വരെ ആയിരിക്കും. മാർച്ച് 7 തീയതി വൈകുന്നേരം 11:50 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 7 തീയതിയാണ്. മാർച്ച് 7 തീയതി വൈകുന്നേരം 11:50 വരെ നിങ്ങൾക്ക് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആപ്ലിക്കേഷനിലെ കറക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് 9 മുതൽ 11 വരെയുള്ള ദിവസങ്ങളാണ് സമയം കൊടുത്തിരിക്കുന്നത്. മാർച്ച് 9 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്ഷൻ പരിശോധിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, ജനറൽ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 1700 രൂപയാണ്. അതുപോലെ തന്നെ ജനറൽ EWS, OBC, NCL വിഭാഗക്കാർക്ക് 1600 രൂപയും, SC, ST, PWBD, തേർഡ് ജെൻഡർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് 1000 രൂപയുമാണ് ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്നതിന്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് പരീക്ഷ എഴുതുന്നതിന് 9500 രൂപയുമാണ് ഇത്രയും വിഭാഗങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത്, എക്സാം സിറ്റി അനൗൺസ്മെന്റ് ഏപ്രിൽ 26 തീയതി ആയിരിക്കും. നിങ്ങളുടെ എക്സാം എവിടെയാണ് എന്നുള്ളതല്ല, ഏപ്രിൽ 26 തീയതി അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ NTAയുടെ വെബ്സൈറ്റിൽ നിന്നും മെയ് 1 തീയതി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെയ് 1 തീയതി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ ഡേറ്റ് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, മെയ് 4 എക്സാം നടക്കുന്നത്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞതാണ് 180 മിനിറ്റ്. അപ്പോൾ ഏത് എക്സാം സെൻറ്ററിലാണ് എന്നുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഏത് എക്സാമിനേഷൻ സെൻറ്ററിലാണ് എന്നുള്ളത്. അപ്പോൾ നീറ്റ് 2025 രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്. nta.ac.in എന്ന വെബ്സൈറ്റിലും അതുപോലെ തന്നെ neet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം വന്നിരിക്കുന്നത്, റിസൾട്ട്, അതായത് നീറ്റ് 2025 എക്സാമിന്റെ റിസൾട്ട് ഔദ്യോഗികമായി NTAയുടെ വെബ്സൈറ്റിൽ 14 ജൂൺ 2025 പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 14 നീറ്റ് 2025 റിസൾട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്രയുമാണ് നീറ്റ് 2025 ഭാഗമായി വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നീറ്റ് 2025 ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നീറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.